ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മുടെ ഇന്റർനാഷണൽ ട്രിപ്പിന്റെ തലേ ദിവസമാണ്, നാളെയാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ ഇന്ന് കുറച്ച് പ്രിപ്പറേഷൻസ് ഒക്കെ ചെയ്യാനുണ്ട്, പിന്നെ പാക്കിങ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ ഇന്നത്തെ ദിവസം ഒരു വീഡിയോ ആക്കി എടുക്കാമെന്ന് വിചാരിച്ചത്. ഒരു മെമ്മറി ആണല്ലോ, നമ്മളങ്ങനെ എപ്പോഴും പോകാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഇന്ന് എന്തൊക്കെയാണ് നടക്കുന്നതെന്നൊക്കെ ഉള്ളത് ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്താം. അപ്പോൾ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം ഞങ്ങൾ റെഡിയായി ഇറങ്ങുവാട്ടോ. ഫസ്റ്റ് എന്താണെന്ന് വെച്ചാൽ വൈഷ്ണുവിനെ ഹെയർ കട്ട് ചെയ്യണം. കുറച്ച് നാളായി ഹെയർ കട്ട് ചെയ്തിട്ട്. അപ്പം എന്താണെന്ന് അറിയില്ല, കഴിഞ്ഞ തവണ കുഴപ്പമില്ലായിരുന്നു, പക്ഷെ അതിന് മുമ്പത്തെ തവണയൊക്കെ ഭയങ്കര ബഹളമായിരുന്നു. അപ്പം പോയിട്ട് നോക്കട്ടെ. അപ്പം ഇവിടെ തന്നെ ആട്ടോ ഹെയർ കട്ട് ചെയ്യണം. ഇനിയിപ്പം നമുക്ക് അങ്ങോട്ട് പോകാം. No, wait. Oh my god. Is it? Vaishu? Super, super. Hi. शांत बैठे आए. Okay. See, Vaishu. Oh wow. Hello. Apple, orange. Apple. Oh my god. Wow. വൈഷ്ണുവിന്റെ ഹെയർ കട്ടൊക്കെ കഴിഞ്ഞിട്ടോ. സാധാരണ ഇത്ര എളുപ്പത്തിൽ കഴിയാറില്ല, ഭയങ്കര ഓടലും നടക്കലും ബഹളവും ഒക്കെ ആയിരിക്കും. അത് കഴിഞ്ഞിട്ടാണ് കഴിയാറുള്ളത്. പക്ഷെ ഇത്തവണ പെട്ടെന്ന് കഴിഞ്ഞു. ഇനി നമുക്ക് നെക്സ്റ്റ് ഐറ്റം എന്ന്
തവണ ലോണ്ടറി പർച്ചേസ് ചെയ്തു. ലോണ്ടറി വാങ്ങിക്കാനുണ്ട്. അപ്പം ഞാനാണെങ്കിൽ മറ്റേ പാക്ക് ചെയ്യാനുള്ള സാധനങ്ങൾ തേക്കാനൊക്കെ കൊടുത്തിരുന്നു. അപ്പം അതിന് വാങ്ങിക്കാൻ അപ്പം ലോണ്ടറി കിട്ടിയില്ല കേട്ടോ. കുറച്ച് നേരം കഴിഞ്ഞിട്ട് വരാൻ പറഞ്ഞു. അപ്പം ഇനി നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നോക്കാം. കുറച്ച് പർച്ചേസും ഒക്കെ ഉണ്ട്. ഇപ്പോൾ വായി അല്ലെ പർച്ചേസിന് പിന്നെ വരാം. പിന്നെ എനിക്കൊന്ന് പാർലറിൽ പോകണം. അപ്പം ഇനി അടുത്തത് അതാണ്. പൈസനെ കൊണ്ട് ഫ്ലാറ്റിലാക്കിയിട്ട് പൈസ നൂർദാനം ഫ്ലാറ്റിൽ ഇരിക്കുമ്പോൾ ഞാൻ വന്നിട്ട് ബ്യൂട്ടി പാർലറിൽ പോയിട്ട് ഒന്ന് മുടി ഇതൊക്കെ സെറ്റ് ചെയ്തിട്ട് വരാമെന്ന് വിചാരിച്ചു. ओके बोलो दीदी आइसक्रीम पार्लर जा रहे हम कतो ഞാൻ വൈഷുവിന് ഒരു ഐസ്ക്രീമും കൂടെ വാങ്ങി കൊടുത്തിട്ട് തിരിച്ചുകൊണ്ടേ ആക്കാം. ഇത്ര എളുപ്പത്തിൽ ഹെയർ കട്ടിനൊക്കെ ഇരുന്ന് തന്നല്ലേ. അപ്പൊ നമ്മള് കണ്ടില്ലെന്ന് അടിക്കാൻ പറ്റല്ലോ. പ്രോത്സാഹിപ്പിച്ചേക്കാം. ओके ഐസ്ക്രീം തരാം. आइसक्रीम आइसक्रीम ऐश्वर्य ഞങ്ങളിത് തിരിച്ചെത്തി കേട്ടോ. ഇനി ഇവർ രണ്ടുപേരും ഇവിടെ ആക്കിയിട്ട് ഞാൻ പാർലറിൽ പോവും. അപ്പോൾ ഇപ്പോൾ സമയം 7 മണിയായിട്ടോ. അപ്പോൾ ഞാൻ പാർലറിൽ പോയിട്ട് ഇപ്പോൾ ഒരു അരമണിക്ക് മുമ്പായിട്ടാണ് വന്ന് എൻ്റെ ഫുഡൊക്കെ കഴിച്ചത്. അപ്പോൾ ഇതിപ്പോൾ നൂർജാനും പോയി ലോണ്ടറിയൊക്കെ വാങ്ങിച്ചു വന്നിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള കുറച്ച് പണികളൊക്കെ ഉണ്ട്. അപ്പോൾ ഇത്രയും ലേറ്റ് ആയില്ല. ഇപ്പോൾ പോയി ഫ്രഷ് ആയിട്ട് വന്നിട്ട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നോക്കാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഞാൻ പോയി ഫ്രഷ് ആയിട്ട് വരാം. ഞങ്ങളിതേ ഇപ്പം കൊണ്ടുപോകാനുള്ള സാധനങ്ങളൊക്കെ വാങ്ങാനായിട്ട് വന്നതാട്ടോ. അല്ല ജെൻസാന്ന് തോന്നണു. അല്ല പക്ഷെ ഇങ്ങനത്തെ വേണ്ട. അത് ഇങ്ങനത്തെ വേണ്ട. അതേ ഫോട്ടോ സ്റ്റാറ്റ് എടുക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യുവാണ്. അതിൻ്റെ ഇടയിൽ വൈഷുദേ അപ്പുറത്തെ കടയിലേക്ക് കയറിപ്പോയി. ഇപ്പൊ സാധനങ്ങളൊക്കെ വാങ്ങി ഞങ്ങൾ തിരിച്ചെത്തി കേട്ടോ. ഇപ്പൊ തന്നെ 10 മണിയായി. ഇനി പാക്കിങ് കാര്യങ്ങളൊക്കെ നാളെ. അപ്പോൾ ഇനി ബാക്കി നാളെ ചെയ്യാം. ഇനിയിപ്പോൾ ഭയങ്കര ടയേർഡായി. ഇനിയിപ്പോൾ കിടന്ന് ഉറങ്ങലേ ഉണ്ടാവുള്ളൂ. ഡാഡി വായോ, പാപ്പ കഴിക്കാം. ഇത് മറ്റേ നട്ട്സിന്റെ ലഡു ഉണ്ടാക്കുന്നതാണ് കേട്ടോ. ഈ ബദാമും പിസ്തയും എല്ലാം ഇട്ടിട്ട് ഡേറ്റ്സും ഒക്കെ. അപ്പോൾ വൈഷുവിന് ആവശ്യത്തിന് പ്രോട്ടീനൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട്. വേറൊന്നും കഴിച്ചില്ലെങ്കിൽ ഇതൊക്കെ കഴിക്കുമ്പോൾ കുറച്ച് അപ്പോൾ
വൈഷുവിന് വേണ്ടിയിട്ട് ഞാൻ ഈ റൈസ് കുക്കർ വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. മറ്റേ ഈ ട്രിപ്പിനൊക്കെ പോകുമ്പോഴേ വൈഷു വന്നിട്ട് കഴിക്കുമോ എന്നുള്ള കാര്യത്തിലാണ് എനിക്ക് ഏറ്റവും കൂടുതൽ സ്ട്രെസ് ഉള്ളത്. അപ്പോൾ അവനിപ്പോൾ കഴിക്കുന്നത് മട്ട റൈസ് ആണ് കൂടുതൽ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ PGLന്റെ മറ്റേ ഈ റൈസ് കുക്കർ വാങ്ങിച്ചു. 1.8 ലിറ്ററിൻ്റെ ആണ്. അപ്പോൾ നമുക്കിത് ഈസി ആയിട്ട് എവിടെ വേണമെങ്കിലും എടുത്തിട്ട് പോകാമല്ലോ. പക്ഷെ ഞാനിത് ടെസ്റ്റ് ചെയ്തിട്ടില്ല, ഇപ്പോൾ ആദ്യമായിട്ട് വെച്ച് നോക്കാൻ പോകുന്നുള്ളൂ, എന്താവും അറിയില്ല. അപ്പം എന്തായാലും നോക്കാം. അപ്പം ഇത് 2ാമത്തെ ദിവസമാണ് കേട്ടോ. ഇന്ന് വൈകിട്ടാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ ഒന്ന് ഫോൺ ചെയ്തിട്ട് നോക്കിയിട്ട് കൊണ്ടുപോകാമെന്ന് വിചാരിച്ചു. ഇനി അഥവാ ശരിയായില്ല പിന്നെ കൊണ്ടുപോകണ്ടല്ലോ. അപ്പം ഞാനിതിൻ്റെ ഈ പോട്ട് ഇങ്ങനെ വെച്ചിട്ട് ഇതിനുള്ളിൽ ഇങ്ങനെ ഒരു സാധനമുണ്ട്. അപ്പം ഞാൻ യൂട്യൂബ് നോക്കിയപ്പോഴത്തേക്കും ഇത് ഇതിൻ്റെ ഉള്ളിലാണ് ഇടേണ്ടതെന്നാണ് അതിനകത്ത് പറഞ്ഞേക്കുന്നത്. പിന്നെ ഇതിപ്പോൾ ഒരു 2 ഗ്ലാസ് റൈസ് ഉണ്ട് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഇതിനകത്ത് ഒരു 6 ഗ്ലാസ് വെള്ളമുണ്ട്. അതായത് ഈ മെഷറിംഗ് കപ്പ് ഇതിൻ്റെ കൂടെ കിട്ടുന്ന മെഷറിംഗ് കപ്പാണ്. ഇതിനകത്ത് 2 ഗ്ലാസ് റൈസും പിന്നെ 6 ഗ്ലാസ് വെള്ളമാണ് ഉള്ളത്. റൈസ് ഇട്ട് വെള്ളം കൂടെ ഒഴിച്ചേക്കാം. ഇത് വെക്കുമ്പോഴത്തേക്കും ഇതിന്റെ അടിയിൽ നന്നായിട്ട് വൈപ്പ് ചെയ്തിട്ട് വെക്കണം എന്നവർ എഴുതിയിട്ടുണ്ട്. ഓണാക്കിയപ്പോ തന്നെ ഈ വാം തെളിഞ്ഞ്. അപ്പൊ ഞാൻ താഴത്തോട്ടൊക്കെ വെച്ചിട്ടുണ്ട്. അതവിടെ ഇരിക്കട്ടെ, എന്താവും അറിയില്ല. പിന്നെ ഇത് അടുത്ത സാധനമാണ് ഞാൻ വൈഷ്ണുവിന് വേണ്ടിയിട്ട് കൊണ്ടുപോകാനായിട്ട് ഫുഡായിട്ട് എടുത്തിട്ടുള്ളത്. ഇത് പാൽപ്പൊടിയും പീഡിയാഷുവറും പിന്നെ പഞ്ചസാരയും കൂടെ മിക്സ് ചെയ്തതാണ്. അപ്പോൾ വൈഷു രാവിലെ വൈകിട്ട് പാൽ കുടിക്കട്ടോ, അത് നിർബന്ധമാണ്. അപ്പോൾ നമുക്ക് അവിടെ പാൽ കിട്ടില്ലല്ലോ, പിന്നെ കിട്ടിയാലും എങ്ങനത്തെ പാലാണ് എന്താണെന്നൊന്നും അറിയില്ലല്ലോ. അപ്പോൾ അത് കാരണം ഇങ്ങനെ അത് കറക്റ്റ് പ്രപ്പോർഷനിൽ മിക്സ് ചെയ്ത് വെച്ചേക്കോ. ഇതിന് ചൂടുവെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് ബോട്ടിലാക്കിയിട്ട് കൊടുത്താൽ മതിയല്ലോ. അപ്പോൾ ഇതാണ് എടുത്ത്. ഇപ്പം റൈസ് റെഡിയാണ് കേട്ടോ. ഇതെന്തോ നോക്കട്ടെ കേട്ടോ. ഇതുണ്ട്, കുറച്ചുകൂടെ ഒന്ന് വേകാനുള്ള പോലെ ഉണ്ട്. അടിയൊന്നും കരിഞ്ഞിട്ടില്ല. ഓ കറക്റ്റ് വേവ് കേട്ടോ. പക്ഷെ വൈഷ്ണു ഇച്ചിരി കൂടെ ഒരു വേവ് വേണം. അപ്പം ഞങ്ങളിനി ബാക്കിയുള്ള പ്രിപ്പറേഷന് വേണ്ടിയിട്ട് ട്രെൻഡ്സിൽ വന്നതാട്ടോ. ട്രെൻഡ്സ് അല്ല കേട്ടോ, സ്റ്റുഡിയോയിൽ വന്നതാണ്. അപ്പം ഞങ്ങൾ സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ടാ കുറേ പൈസയുടെ പർച്ചേസൊക്കെ നടത്തിയിട്ടുണ്ട്. അപ്പോൾ ഡ്രസ്സൊക്കെ വാങ്ങിച്ച് ഷൂസൊക്കെ വാങ്ങിച്ച് പിന്നെ തിരിച്ചു പോവുകയാണ്. ഇനി ചെന്നിട്ട് ഫ്രഷ് ആയിട്ട് പിന്നെ കുറച്ച് പാക്കിങ്ങും കൂടെ ബാക്കിയുണ്ട്, അതും കൂടെ ചെയ്തിട്ട് അപ്പോൾ കുറച്ച് പാക്കിങ്ങും കൂടെ ഉണ്ട്. ആ പാക്കിംഗ് ഒക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ ഫ്രഷ് ആയിട്ട് നേരെ റെഡിയായി എയർപോർട്ടിലേക്ക് പോകും. ഇപ്പോൾ സമയം ഒരു 5:30 ആയി. നമുക്കൊരു 7 മണിയെങ്കിലും ആകുമ്പോൾ എയർപോർട്ടിലേക്ക് ഇറങ്ങണം. അപ്പോൾ ഈ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ. ബാക്കി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അപ്പോൾ ടിൽ ദെൻ ബൈ.